ആർമിയിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ച മേജർ രവി ഒരു പിടി ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. കുരുക്ഷേത്ര, കീർത്തിചക്ര തുടങ്ങിയ സിനിമകളെല്ലാം മികച്ച വിജയം നേടി. അഭിനയത്തിലും മേജർ രവി സാന്നിധ്യം അറിയിക്കാറുണ്ട്. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെ തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാനും മേജർ രവിക്ക് കഴിഞ്ഞു. ഇദ്ദേഹം സംവിധാനം ചെയ്ത കാണ്ഡഹാർ എന്ന സിനിമയിലാണ് അമിതാഭ് ബച്ചൻ അഭിനയിച്ചത്. അമിതാഭ് ബച്ചൻ്റെ ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ മേജർ രവി. പ്രിയദർശൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കെയുള്ള ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മേജർ രവി. കൗമുദി മൂവീസിനോടായിരുന്നു പ്രതികരണം. കോൻ ബനേഗ ക്രോർപതി എന്ന ഷോയുടെ പരസ്യം ചെയ്തിരുന്നു. പ്രിയേട്ടനാണ് ചെയ്തത്. ഞാൻ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. പ്രിയേട്ട, എങ്ങനെയെങ്കിലും ഞാനൊരു മേജർ ആണെന്നുള്ളത് മൂപ്പരെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്യുമ്പോൾ പ്രിയേട്ടൻ മേജർ എന്ന് വിളിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ അമിത്ജി ഷൗട്ട് ചെയ്തു, വെയിറ്റ് പ്രിയൻ, എന്തിനാണ് ഇയാളെ മേജർ എന്ന് വിളിക്കുന്നത്? ഇയാൾക്ക് പേരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയേട്ടൻ അടുത്തുപോയി, സർ, അദ്ദേഹം മേജർ രവിയാണ്, 26 വർഷം ആർമിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അമിത്ജി എന്നെ നോക്കി, ഒന്നും മിണ്ടിയില്ല. അതിനു മുമ്പ് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഡയലോഗ് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാം നോക്കി, എന്നിട്ട് സ്ക്രിപ്റ്റ് ചുരുട്ടി എൻ്റെ ഷർട്ടിനുള്ളിലേക്കിട്ടു. മൂപ്പർ ഡയലോഗ് മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞാണ് മേജർ ഇഷ്യൂ നടക്കുന്നത്. ഇവനെയാണോ ഞാൻ കളിയാക്കി പേപ്പർ ചുരുട്ടിക്കൂട്ടിയത് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. ഷോട്ട് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു, മേജർ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. എന്തിനാണ് ആർമിയിൽ നിന്നും സിനിമയിലെത്തിയതെന്ന് ചോദിച്ചു. എനിക്ക് പെൻഷനുണ്ട്, സിനിമ പാഷനാണ്, അതുകൊണ്ട് വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഗുഡ്, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. രാജീവ് ഗാന്ധി കൊലപാതക കേസ് ഓപ്പറേഷൻ ചെയ്തത് താങ്കളാണെന്ന് താൻ അറിഞ്ഞെന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞതായും മേജർ രവി ഓർത്തു. അമിതാഭ് ബച്ചൻ്റെ കൃത്യനിഷ്ഠയെക്കുറിച്ചും മേജർ രവി സംസാരിച്ചു. കോൻ ബനേഗ ക്രോർപതി ഷോ നടക്കുന്നതിനടുത്ത് സെറ്റിട്ടാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. ഷോ കഴിഞ്ഞ് 6 മണിക്കാണ് അമിത്ജി ആഡിന് സമയം കൊടുത്തത്. പ്രിയേട്ടൻ 5:30 മണി ആയപ്പോഴേക്കും മുഴുവൻ സെറ്റ് റെഡിയാക്കി കാത്തിരുന്നു. കൃത്യം 6 മണിക്ക് അമിതാഭ് ബച്ചൻ ഷോട്ടിന് തയ്യാറായി വന്നെന്നും മേജർ രവി വ്യക്തമാക്കി. നടൻ അമീർ ഖാൻ, അക്ഷയ് കുമാർ എന്നിവരും കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണെന്നും മേജർ രവി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം ആഡ് ചെയ്ത അനുഭവം മേജർ രവി പങ്കുവച്ചു. യുവരാജ് സിംഗിനൊക്കെ കുറച്ച് അഹങ്കാരമുണ്ട്, പക്ഷേ സേവാഗ് വളരെ സിമ്പിളാണ്. രാഹുൽ ദ്രാവിഡ് ജെന്റിൽമാനാണ്. ഓരോരുത്തരെയും അടുത്ത് കാണുമ്പോഴാണ് ഇവർ വ്യത്യസ്തരാണെന്ന് അറിയുന്നതെന്നും മേജർ രവി ഓർത്തു.